ഞങ്ങൾ 2016 നമ്മുടെ ആരോൺ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ടാണ്. 2016 ആരോൺ തുടങ്ങുന്ന സമയത്ത് ശരിക്കും നമുക്ക് വളരെ കുറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 6 പേരായിരുന്നു ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. കാരണം പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ടീച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും ഓരോരുത്തരെയും അവരുടെ ഈവൻ പേഴ്സണൽ ലൈഫിലെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ആസ് എ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പോയിന്റിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ നമ്മളെ സ്റ്റുഡൻസും എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ ഇപ്പോഴും ഓർക്കണം 2016 അപ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷനാണ് നമുക്ക്. കാരണം നമ്മുടെ കുട്ടികൾ പാസ്സായിട്ടുണ്ടോ അവരെ സ്കോർ അറിയാൻ വേണ്ടിയിട്ട്. എക്സാം പാസ്സായി കഴിഞ്ഞാൽ കേക്ക് കൊണ്ടുവരും. കാരണം അവരുടെ സെലിബ്രേഷൻസ് അതെല്ലാം നമ്മൾ ഒരു ഭയങ്കര ക്ലോസ്ലി നമുക്ക് അവരുടെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ മെല്ലെ 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 നമ്മൾ ആ ഒരു പഠനത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും നമ്മൾ കോൺസെൻട്രേറ്റ് ആയി ഫോക്കസ്ഡ് ആയപ്പോൾ തന്നെ നമ്മുടെ സ്ഥാപനം മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടി, നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് കൂടി, അതെല്ലാം കൂടി വന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ എണ്ണം കൂടി. അപ്പോൾ കുറേ സ്റ്റാഫിനെ കൂടുതലായിട്ട് ആഡ് ചെയ്തു, ബ്രാഞ്ചുകൾ പുതിയതായിട്ട് വന്നു. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റും, കൊറോണ നമുക്കൊരു ഗ്യാപ്പ് എല്ലാവർക്കും തന്നായിരുന്നു. നമ്മളെല്ലാവരും വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ എല്ലാം ഓൺലൈനിലേക്ക് മാറി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്തു. കാരണം ഈ ഒരു കുട്ടികളുടെ സക്സസ് നമുക്ക് അവരുടെ സക്സസ് ഉറപ്പുവരുത്താൻ പറ്റി. അവർ പല കമ്പനികളിലായിട്ട് പല സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. കൊറോണയ്ക്ക് ശേഷം വന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. അപ്പോൾ അതിന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികൾ കൂടുതൽ മിങ്കിൾ ആവുക എന്നുള്ളത്. കാരണം സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കുട്ടികളായിട്ട് ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. ഒരു കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്, കാരണം കുട്ടികളുടെ എണ്ണം കൂടുതൽ എല്ലാവരുടെ അടുത്തും പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റാറില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ അന്നത്തെ ഒരു ആഗ്രഹം വരുന്നത്, എന്തുകൊണ്ടാണ് ശരിക്കും ആരോൺ അക്കാദമിക്ക് 15,000-ലധികം കുട്ടികൾ പഠിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളിലും വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത് കുട്ടികൾ ജോലി ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് വരെ കുട്ടികൾ ഓൺലൈനായിട്ടൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ട് മാറുന്നു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾ 15,000-ലധികം വരുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ആരോണിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു അലുമിനി ക്ലബ്ബ് നമുക്ക് ഫോം ചെയ്തുകൂടാ? ശരിക്കും നമുക്ക് പണ്ട് പഠിച്ചു പോയ കുട്ടികൾ ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വർഷം മുന്നേ പഠിച്ചു പോയ കുട്ടികൾ അവരുടെ കമ്പനികളിൽ ഓപ്പണിംഗ് വരുന്ന സമയത്ത് നമ്മളെ ഇൻഫോം ചെയ്യും. നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഓരോ പ്രൊഫഷണലുമുള്ള ഓരോ കരിയറിലുമുള്ള വ്യക്തികൾ അവർ തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ ആ നെറ്റ്വർക്കിങ്ങിലൂടെ ആ റെഫറൻസിലൂടെ പല സ്ഥാപനത്തിലേക്കും നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. നമുക്ക് ഇത്രയും ഈ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ പഠിപ്പിച്ച് 15,000-ലധികം കുട്ടികളെ ഒരുമിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ അലുമിനി ക്ലബ്ബ് രൂപീകരിച്ചു കഴിഞ്ഞാൽ ആരോൺ അക്കാദമിയുടെ കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റുഡൻസിന് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പല രാജ്യങ്ങളിലുള്ള പല കൾച്ചറുകളിലുള്ള പല സ്റ്റേറ്റിൽ പല സിറ്റിയിലുള്ള ഈ ഒരു പ്രൊഫഷനുമായിട്ടും കരിയറുമായിട്ടും കണക്റ്റ് ആവാനും അവർ ഓരോ ദിവസം അപ്ഡേറ്റഡ് ആവാനുമുള്ള ഒരു ചാൻസ് അവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ചിലപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കമ്പനിയിൽ ഫ്രഷേഴ്സിൻ്റെ ഓപ്പണിംഗ് പറയാൻ പറ്റും. നമ്മൾ ചിന്തിക്കും അലുമിനി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പഠിച്ചു പോയ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. നമ്മളെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതൊരു റിയൽ മോട്ടിവേഷനാണ്, അതൊരു റിയൽ ഇൻസ്പിറേഷനാണ്. അവരുടെ കരിയറിനും അവരുടെ ബെറ്റർമെൻറ്റിനും ഇൻഫോർമേഷനും വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നമാണ് കുട്ടികളുമായിട്ട് മാക്സിമം ഇൻവോൾവ് ആവുക എന്നുള്ളത്. ആ ഒരു സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. നിങ്ങളെ ഏവരെയും ആരോണിയൻസ് അലുമിനി ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഹായ്, ഞാൻ ശില്പ. 2022 ഞാൻ ആരോണിൽ ജോയിൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സെഷനിലാണ് ജോയിൻ ചെയ്തത്. അശ്വതി മാം ആയിരുന്നു ക്ലാസ്സിനെല്ലാം. മാമിൻ്റെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് CPC എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തത്. ചെന്നൈയിൽ 1.5 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ റിസൈൻ ചെയ്ത് ആരോണിൽ തന്നെ UAE ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു ആരോണിനെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ആരോണിൻ്റെ പുതിയൊരു അലുമിനി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ആരോണിയൻസ്. ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആരോണിയൻസിന് എൻ്റെ എല്ലാ വിശ്വസവും അറിയിക്കുന്നു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് തമർ അൻവർ. ഞാൻ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് ആരോൺ ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 2018 ഓഗസ്റ്റ് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്. 2019 ജാനുവരിയിൽ ഞാൻ ബാംഗ്ലൂർ പ്ലേസ്ഡായി. അത് കഴിഞ്ഞിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7+ ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ. ഇപ്പം കറൻ്റ് വർക്ക് ചെയ്യുന്നത് ഒമേഗ ഹെൽത്ത് കെയർ ബാംഗ്ലൂർ എന്ന കമ്പനിയിലാണ്. ഇപ്പം ആസ് ഓഫ് നൗ വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആയിട്ടാണ്. ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് പോകുന്നു. വർക്കും കാര്യങ്ങളെല്ലാം വളരെ ഓക്കെയാണ്, വളരെ ഹാപ്പിയാണ്. ഇപ്പം അരോണിത 10 വർഷമായതിൻ്റെ ഭാഗമായിട്ട് അലുമിനി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയതിലും വളരെ സന്തോഷം. അപ്പം ഇതിന് മുന്നോട്ട് എല്ലാവിധ ആശംസകളും അരുണിന് നേരുന്നു. താങ്ക് യു. ഹായ് ഓൾ, ഐ എം ഡോക്ടർ അഞ്ജന. ഞാൻ 2018 ആരോൺ അക്കാദമി കാലിക്കറ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. CPC ഹോൾഡറാണ്. ഓൾമോസ്റ്റ് 8 years ആയി ഞാൻ കോഡിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കറൻ്റ്ലി ഐ എം വർക്കിംഗ് ഇൻ ആസ്റ്റർ ഗ്ലോബൽ സെൻറ്റർ കാലിക്കറ്റ്. അവിടെ RCM ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അരോൺ ഗ്രൂപ്പിൻ്റെ അലൂമിനി കമ്മ്യൂണിറ്റി ആയ അരോണിയൻസിൻ്റെ ലോഞ്ചാണ് ഇന്ന്. So I'm wishing you all the very best and good things ahead. ഹായ് ഓൾ, ഐ എം ജിൻഷ ഷെറിൻ. ഞാനായിരുന്നു ആരോണിലെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ആരോണിൻ്റെ ഈ ഒരു വളർച്ചയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഒരു ഇയറായിട്ട് ഞാൻ കോഡിംഗ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒപ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ HCC ഹോൾഡറായിട്ടാണ്. ഞാൻ CPC ഹോൾഡറാണ്. ഇപ്പം ആരോൺ ഗ്രൂപ്പിൻ്റെ അലൂമിനി കമ്മ്യൂണിറ്റിയായ ആരോണിയൻസിൻ്റെ ലോഞ്ചാണ് ഇന്ന്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ആരോൺ.